നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. I love you, Manu. I love you, Jyoti. Jyoti! ഹരി, കുഞ്ഞിനെ കാത്തിരിക്കുന്ന ടെൻഷനൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അത് വീണയുടെ കുഞ്ഞാ. വീണയുടെ മാത്രം കുഞ്ഞ്. എടാ, എന്താ മോനെ? ഇത് ശരിയാവില്ല അമ്മാവ. നമ്മളെന്താ വീണയുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയില്ലാതെ നടക്കണോ? സഹായത്തിന്റെ പേരിൽ കാണിക്കുന്നതൊക്കെ വെറും വേഷം കെട്ടാ. എടാ, പിന്നെ അവര് ബില്ലടച്ചതിനും സാധനം മേടിച്ചതിനും കൃത്യമായിട്ട് കണക്ക് വെച്ചോ, നമുക്കത് തിരിച്ചു കൊടുക്കാം. എടാ മോനെ, തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഒരു സംസാരത്തിന് ഇട കൊടുക്കണ്ട. അവനവന്റെ കുടുംബത്തിൽ പോലും സ്വസ്ഥത തരാതെ ഓരോരുത്തർ കയറി വന്നോണ്ടിരിക്കുക. എനിക്കിതൊക്കെ കാണുമ്പോഴാ. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. എന്താ ഇത്ര നേരമായിട്ട് വരാതിരുന്നത്? ആരും കാണാതെ കണ്ണു വെട്ടിച്ച് വരണ്ടേ? എന്താ പറയാനുള്ളത്? അത് പിന്നെ പറ. ജ്യോതി അന്ന് എന്നോട് പറഞ്ഞില്ലേ ജ്യോതിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന്? അതാരാ? ഇതാണോ കാര്യം? അതെന്തിനാ മനു അറിയുന്നേ? അതിന്റെ പേഴ്സണൽ കാര്യമല്ലേ? സോറി, ജ്യോതിയുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയേണ്ട അർഹത എനിക്കില്ലെങ്കിൽ അത് പറയണ്ട. അങ്ങനെ അങ്ങ് വാടി പോകല്ലേ. ഞാൻ പറയാം. എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് ആദ്യം പറ. ഒന്നുമില്ലടോ, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാ, അത്രേ ഉള്ളൂ. അത് ഞാൻ സമ്മതിച്ചു തരില്ല. ഇത്ര സീരിയസ് ആയിട്ട് ഒരാള് അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിന്റെ പുറകില് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. അതിങ്ങ് പെട്ടെന്ന് പറഞ്ഞേ, അപ്പോ ഞാനും പെട്ടെന്ന് പറയാം. എടോ, തന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് തന്നോട് എന്നോട് എന്നോട് എന്താ? ഞാൻ പലപ്പോഴും പറയണമെന്ന് കരുതിയതാ. പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചാലോന്ന് വെച്ചിട്ട്. ഒന്നിനെ ബാധിക്കാൻ പോകുന്നില്ല. ഒന്ന് പറയുന്നുണ്ടോ? ഒന്ന് പറ മനു, പ്ലീസ്. എടോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. താനിപ്പോ ആരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ ഞാൻ സ്നേഹിക്കുന്ന ആളോട് ഞാൻ എന്തു പറയും? വേറൊരാൾ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ലേ? ജ്യോതി, അത് ഭാഗ്യത്തിന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുണ്ടല്ലോ, ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നെ ഇഷ്ടമാണെന്ന്. എടാ കഴുത, നിന്നെ തന്നെ എനിക്ക് ഇഷ്ടമെന്നാ ഞാൻ പറഞ്ഞത്.
അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ നാളുകളായി. സത്യം? നേരിട്ട് പറയുന്നത് കേൾക്കണം. എന്താ പറയാത്തത്? I love you. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ? വല്ലാത്തൊരു വേദനയായിരുന്നു മനസ്സിൽ. ഇപ്പോ എല്ലാം മാറി. തന്നോട് എനിക്ക് പറയാനുള്ളതൊക്കെ കൂട്ടിക്കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ദാ. എന്താ ചേച്ചി? ആ മേക്കപ്പിന്റെ അലർജി ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ ഒന്നുകൂടി മുഖം കഴുകിയിട്ട് വരാം. അമ്മയോട് പറയാൻ നിൽക്കണ്ട, ടെൻഷനാവേ. ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം. I love you, Manu. I love you, ജ്യോതി. എടി ജ്യോതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.